നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അത്ര സന്തോഷവാനായല്ല പിണറായിയെ കാണാനായത്. മുഖത്ത് നല്ല കട്ടക്കലിപ്പും എന്തോ പോയ ആരെ പോലെയോ ഇരിക്കുകയായിരുന്നു. അതിന് കാരണമുണ്ട്. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടേതെന്ന് 4 വഴിക്കൂടെയും മലയാളി പറയുന്നത് കേട്ട് സഹിക്കവയ്യാതെ ഉള്ളിൽ കരയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ കൂടെ ചാണ്ടി ഉമ്മന്റെ വക മുഖ്യന്റെ മുഖത്ത് അടിയും. ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം ഈ ഒരൊറ്റ കുറിപ്പിട്ട് ഹിസ്റ്റോറിക് ഡേ എന്ന് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. സംഭവം കയറി അങ്ങ് വൈറലായി. ഉമ്മൻചാണ്ടിക്ക് അഭിനന്ദന പ്രവാഹവും. വിഴിഞ്ഞത്ത് മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനും എംപിക്കും ക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു ചാണ്ടി ഉമ്മന്റെ ഈ പോസ്റ്റ്. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസുകാരെല്ലാം ഇളകി ഇറങ്ങി തലങ്ങും വിലങ്ങും പിണറായിയെ എടുത്തിട്ട് കുടഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിൽ വന്ന് പിണറായി കൂട്ടത്തെ എടുത്തിട്ട് അലക്കി പോയിട്ടുണ്ട്. കടൽ കൊള്ള, കടലിന് കണ്ണീരിന്റെ ഉപ്പ്, മത്സ്യബന്ധനത്തിന് മരണമണി, വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടി സാർ തീരുമാനിക്കുമ്പോൾ ദേശാഭിമാനി കൊടുത്ത തലക്കെട്ടുകളാണിത്. സ്വപ്നം നങ്കൂരമിട്ടു, കേരളത്തിന്റെ വാട്ടർ സല്യൂട്ട്, തെളിഞ്ഞത് സർക്കാരിന്റെ ഇച്ഛാശക്തി. ഇതിന്ന് ദേശാഭിമാനിയിൽ വന്ന തലക്കെട്ടുകളാണ്. ഇതുപോലെ തന്നെയാണ് പിണറായി വിജയൻ തൊട്ട് ലോക്കൽ സഖാക്കളുടെ വരെ നിലപാട് മാറ്റത്തിന്റെ ഓന്ത് വിളയാട്ടം. ഇക്കണ്ട നിലപാട് മാറ്റങ്ങൾക്കിടയിലും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കപ്പലാണ്. ഏതൊക്കെ കപ്പൽ ആടി ഉലഞ്ഞാലും ഈ കപ്പലും കപ്പിത്താനും ആടി ഉലയുകയില്ല, ഉമ്മൻചാണ്ടി സാർ. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിക്ക് ഇട്ടുകൊടുത്ത നല്ല അടി. ഇത് മാത്രമല്ല, പല പോസ്റ്റുകൾ ഇതുപോലെ തന്നെ കോൺഗ്രസുകാർ പങ്കുവച്ചിട്ടുണ്ട്. ഇതെല്ലാം പിണറായിക്ക് വലിയ അടിയാണ്. 1 വിഴിഞ്ഞം പോർട്ട്, 2 കൊച്ചി മെട്രോ, 3 കണ്ണൂർ എയർപോർട്ട്. ഈ 3 പദ്ധതികൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ്. എല്ലാ തടസ്സങ്ങളെയും ഭാവി തലമുറയ്ക്ക് അതിജീവിച്ച് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയത്തിലെ സന്യാസി. ഇന്ന് വിഴിഞ്ഞത്ത് കപ്പൽ വന്നെത്തുമ്പോൾ അത് കാണാൻ ആ മനുഷ്യനില്ല. അല്ലെങ്കിലും അതൊന്നും കാണാനോ ഉദ്ഘാടനം ചെയ്ത് ക്രെഡിറ്റ് എടുക്കാനോ അല്ല അദ്ദേഹം ചെയ്തത്. ഒരു ലീഡർ എന്ന നിലയിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി തന്നാലാകുന്നത് ചെയ്തു. അത് പലർക്കും 100 ജന്മം ചെയ്താലും എത്തിപ്പിടിക്കാൻ കഴിയില്ല. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ 6000 കോടിയുടെ അഴിമതി ആരോപിച്ച് കേരളം കത്തിച്ചവർ ഇന്ന് ഞെളിഞ്ഞു നിൽക്കുമ്പോൾ കുറ്റബോധം അകത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരിക്കാനുള്ള ഭൂരിപക്ഷം മാത്രമുണ്ടായിരുന്ന ഒരു മുന്നണി സർക്കാരിനെ വെച്ച് ഉമ്മൻചാണ്ടി കാണിച്ച ഈ മാജിക്ക് രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തും. പിണറായി സർക്കാർ വർഷം 9 ആകുന്നു. ഇതുപോലെ സ്വന്തമായി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞോ? NH 66 പോലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയ പദ്ധതിയാണ്. 2001, 2006 കാലത്ത് MK മുനീർ കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ പാര വെച്ച് തകർത്തവരാണ് കേരളത്തെ പതിറ്റാണ്ടുകൾ പിറകോട്ടടിപ്പിച്ചത്. ഇത് ഓർക്കണം മലയാളികൾ. മറക്കില്ല കേരള വികസനത്തിന്റെ പ്രവാചകനെ കേരളം ഉള്ളിടത്തോളം. കീറിയ ചുളിഞ്ഞ ഖദറുമിട്ട് കയ്യിൽ നിറയെ നിവേദനങ്ങളുമായി അധികാരത്തിന്റെ ആഡംബര അകമ്പടികളില്ലാതെ മനുഷ്യ മനസ്സിൽ ജീവിച്ച ആ മനുഷ്യൻ ഇന്ന് കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന ദിനമാണ്. ഇതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ച കുറിപ്പുകൾ. ശരിയാണ്, ഇന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമായപ്പോൾ എല്ലാവരും ഓർമ്മിച്ചത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ തന്നെയാണ്. അദ്ദേഹം കൊണ്ട വെയിലുകൂടിയാണ് വിഴിഞ്ഞം സാധ്യമാകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന തണൽ. അതൊരിക്കലും കേരളം മറന്നുകൂടാ. പിണറായി വിജയന് ആ വേദിയിൽ ഒരു നിമിഷമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് പറയാമായിരുന്നു. ഉമ്മൻചാണ്ടിയും കൂടി ചേർന്ന് വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം എന്ന പദ്ധതിയെന്ന്. വേണ്ട, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പദ്ധതിയാണെന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ രാഷ്ട്രീയ മര്യാദ ലവലേശമില്ലാത്ത ആളാണ്. ഒരിക്കൽ പോലും കൂടെ നിൽക്കുന്ന ഒരാളെയും അനുസ്മരിക്കുകയോ അവരുടെ നല്ല കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ്. എല്ലാം തനിക്ക്, എന്റേത്, വെടക്കാക്കി തനിക്കാക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പിണറായി വിജയന്റെ ശൈലി. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിലെല്ലാം 8 നിലയിൽ പൊട്ടുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ CPM തോൽക്കുന്നെങ്കിൽ അതിനൊരു കാരണക്കാരനേ ഉള്ളൂ. അത് പിണറായി വിജയനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.